കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പീരീഡൊക്കെ ലേറ്റ് ആയവർക്ക് പെട്ടെന്ന് തന്നെ പീരീഡ് ആവാനും അതുപോലെ തന്നെ റെഗുലറായിട്ട് പീരീഡ് അല്ലാത്തവർക്ക് റെഗുലറായിട്ട് പീരീഡ് ആവാനും നമ്മുടെ ബോഡിക്കൊന്നും യാതൊരുവിധ സൈഡ് എഫക്റ്റും കൂടാതെ ഒരു ഡ്രിങ്ക് നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് 1.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടുന്ന ഒരു ഇഞ്ചിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. ഒരു ഇഞ്ചിയാണ്. ഈ ഇഞ്ചി നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയതിന് ശേഷം നമുക്ക് ചതച്ചെടുക്കാം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് നമുക്ക് ഈ ഇഞ്ചി ഈ വെള്ളം കൂടെ ഒന്ന് ചൂടാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് ഒരു പാത്രം കൊണ്ട് അടച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2-3 കഷ്ണം കറുവാപ്പട്ടയാണ് കേട്ടോ. ഈ ഒരു കറുവാപ്പട്ട എടുത്ത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. അപ്പോൾ ഈ ഒരു ഇഞ്ചി നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കറുവാപ്പട്ടയും കൂടെ നമുക്ക് ആഡ് ചെയ്യണം കേട്ടോ. കറുവാപ്പട്ടയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. ഇനി നമുക്ക് വേണ്ടതാണ് ഇതും ആ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉലുവ വേണം. ഇത്ര ഉലുവയും കൂടെ വാരി ഇടുക. ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് ഇത് പറ്റുന്നവരെ നമുക്കിത് അടച്ചു കൊടുക്കാം. ഒരു അടപ്പിൻ്റെ പാത്രം കൊണ്ട് നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ചു വെച്ച് തന്നെ നമുക്ക് തിളയ്ക്കാൻ വേണം കേട്ടോ. എങ്കിലേ നമുക്ക് ആ ഒരു എല്ലാം നമുക്ക് അതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു സത്തും അതും ഇതും എല്ലാം ഇതിനകത്ത് ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുടിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ശർക്കരയും കൂടെ നമുക്കിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഊറ്റുന്ന സമയത്ത് കുടിക്കാൻ അല്പം കയ്പും ഒരു ചെറിയൊരു എരിവും ഉണ്ടാവും. നമ്മുടെ ഉലുവയുടെയും അതുപോലെ തന്നെ ഇഞ്ചിയുടെയൊക്കെ എരിവാണ് കേട്ടോ. ഉലുവയുടെ കയ്പും ഇഞ്ചിയുടെ എരിവാണ്. അപ്പം ഇത് അവിടെ കിടന്ന് നന്നായിട്ട് പറ്റട്ടെ. 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് 1 ഗ്ലാസ് വെള്ളമായിട്ട് നമുക്ക് പറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് പറ്റിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. സത്യത്തിൽ ഇത് നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ ഒന്നും നൽകുന്ന ഒരു സാധനമല്ല. ഇത് നമുക്ക് ഫീഡ് ചെയ്യുന്ന മദറിനൊക്കെ കുടിക്കാം കേട്ടോ. പാൽ കൊടുക്കുന്ന എല്ലാ അമ്മമാർക്കും ഇത് കുടിക്കാം. പീരീഡൊക്കെ തെറ്റിയിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ വേറെ എന്തിനെങ്കിലും മെഡിസിൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം നമ്മളിത് കുടിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഗ്നൻസിക്കൊക്കെ തയ്യാറെടുക്കുന്ന ഏതെങ്കിലും അമ്മമാരാണെങ്കിൽ ഏതെങ്കിലും സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവരൊന്നും ഇത് കുടിക്കാൻ പാടില്ല കേട്ടോ. ഇത് നമ്മുടെ വയറുവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പം നമ്മളിത് 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ 1 ഗ്ലാസ് വെള്ളമായിട്ട് ഇവിടെ പറ്റിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പ് കൊണ്ട് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറുതായിട്ടൊന്നും എരിയാനും അതുപോലെ തന്നെ ഉലുവയുടെ ചെറിയൊരു കയ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ അല്പം ശർക്കരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ശർക്കരയും നമുക്ക് പീരീഡ് ആവാൻ വേണ്ടി നല്ലൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് കുടിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും പീരീഡൊക്കെ തെറ്റിയിരിക്കുകയാണ്, ഒരു 2-3 ദിവസമൊക്കെ തെറ്റിയിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ വെറും വയറ്റിൽ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് രാവിലെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം നിങ്ങൾക്ക് പീരീഡ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു തവണയും കൂടെ കുടിച്ച് നോക്കുക. പിറ്റേ ദിവസം ഒരു തവണയും കൂടെ കുടിച്ച് നോക്കുക. തീർച്ചയായിട്ടും നമുക്ക് പീരീഡ് ആകും കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് പീരീഡൊക്കെ തെറ്റുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് കേട്ടോ ഇത്. ഒരിക്കലും പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ഒരാളും ഇത് കുടിക്കാൻ പാടില്ല കേട്ടോ. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇത് കുടിക്കാൻ പാടില്ല. അല്ലാതെ വേറെ എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അത്രയ്ക്കും നല്ല ഒരു മെഡിസിനാണ് കേട്ടോ. പണ്ട് മുതലേ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു സാധനമാണ്. നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു തന്ന റെമഡിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.